ഹേ ഗൈസ്, സോ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ ഫയർ സ്റ്റേഷനിലാണ് നോമ്പുതുറ. ഉമ്മ ആപ്തമിത്ര വോളണ്ടിയർ ആയ കാരണമാണ് ഞങ്ങൾക്ക് അവിടെ നോമ്പുതുറ വന്നത്. അങ്ങനെ ഫസ്റ്റ് തന്നെ ഒരു പാളിച്ചോടക്കിനാണ് തുടങ്ങിയത്. വേറെ ഒന്നല്ല, വാല് പൊട്ടണ വീടെടുത്തപ്പോൾ ഫഹദ് പറഞ്ഞ് ഈ ചാവി എറിഞ്ഞൊന്നും ഞാൻ പിടിക്കാന്ന്. അങ്ങനെ വലിയ കാര്യത്തിൽ വൺ മാൻ ഷോ ഇട്ടിട്ട് ഞാൻ എറിഞ്ഞു കൊടുത്തതാ. ഫസ്റ്റ് തന്നെ ആള് താഴ്ത്തിട്ട് പിന്നെ വീണ്ടും എടുക്കുന്ന് പറഞ്ഞപ്പോൾ വീണ്ടും എടുത്തതാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് ഫ്രണ്ടിലോട്ട് പോയപ്പോൾ വല്ല കാട് ഇളകി പോണ പോലെയാണ് പോണത് വണ്ടി. ഓൾറെഡി ഞങ്ങൾ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു കലിപ്പിലാണ് ഉമ്മ പോണത്. വേറെ ഒന്നും ഉണ്ടല്ല, 6 മണിക്കാണ് ഞങ്ങളോട് അവിടെ എത്താൻ പറഞ്ഞത്. പക്ഷേ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ലേറ്റായി. ഞങ്ങൾ ഇറങ്ങുമ്പോൾ 5:50 ആയിട്ടുണ്ടായിരുന്നു. അവിടേക്ക് ഒരു 20 മിനിറ്റത്തെ യാത്ര ഉണ്ട്. അങ്ങനെ ഞങ്ങൾ സ്റ്റേഷനിലെത്തി. ഞങ്ങൾ അവിടെ എത്തുമ്പോഴത്തേക്കും അവർ ഫുഡും അതേപോലെ തന്നെ ഫ്രൂട്ട്സും ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ സാറുമാരും കൂടിയിട്ടാണ് ഫുഡും അതേപോലെ തന്നെ ഫ്രൂട്ട്സും ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള സാറുമാരായിരുന്നു പൊന്നാനി സ്റ്റേഷൻ സാറുമാർ. നമ്മളൊക്കെ ഒരു മൈൻഡിൽ കാക്കി യൂണിഫോം ഇട്ടുന്നവർ ഭയങ്കര റൂഡാണെന്നാണ്. പക്ഷെ ഇവരൊക്കെ ഭയങ്കര പാവായിരുന്നു കേട്ടോ. എന്നെ സ്വന്തം മകളെ പോലെയൊക്കെയാണ് അവർ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നോമ്പ് തുറക്കാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ തിരക്കിലായിരുന്നു എല്ലാവരും. വീട്ടിൽ നിന്ന് റോഡായിട്ട് ഇറങ്ങിയ ഉമ്മ ഇവിടെ എത്തിയപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, വീട്ടിൽ പണിയെടുക്കാത്ത ഉമ്മ ഇവിടെ എത്തിയപ്പോൾ ഭയങ്കര പണിയെടുക്കലായിരുന്നു. ഞാൻ വെറുതെ പറഞ്ഞു കേട്ടോ, അത് നേരെ തിരിച്ചാണ്. ഞാനാണ് പണിയെടുക്കാത്തത്. പക്ഷെ ഞാൻ അവിടെ എത്തിയപ്പോൾ പണിയെടുത്തു. എൻ്റെ വീട്ടിലല്ലാത്ത ആത്മാർത്ഥത ഇവിടെ കണ്ടപ്പോൾ ഉമ്മ അവരോട് വള്ളി പുള്ളില്ലാണ്ട് എൻ്റെ വീട്ടിലത്തെ സ്വഭാവം കൊണ്ട് പറഞ്ഞു കൊടുത്തു. അത്രയും ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കി എൻ്റെ നല്ലൊരു ഇമേജ് ഉമ്മ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് ഇല്ലാണ്ടാക്കി. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഈ ഫ്രൂട്ട്സും അതേപോലെ തന്നെ ജ്യൂസും കൊടുന്നൊക്കെയായിരുന്നു. ഈ പണിയെടുക്കാത്ത എനിക്കൊക്കെ അതൊക്കെ ഒരു പണിയാണല്ലോ. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഇന്നെ തളർത്താൻ ഞാൻ തന്നെ മതി, വേറൊരാളെ ആവശ്യം. അങ്ങനെ ഫ്രൂട്ട്സ് ഒക്കെ കൊടുന്ന് വെച്ചു. ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റിംഗ് ആയിരുന്നു. ഇതിൽ കുറേ നോമ്പില്ലാത്ത കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നിട്ടും അവരിരുത്തം കണ്ട വിചാരിക്കും 10 നോമ്പ് ഒരു ദിവസം എടുത്ത പോലെ. ബാങ്ക് കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ ഫുഡിന്റെ മുന്നിൽ വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴത്തെ സിറ്റുവേഷൻ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. പ്രത്യേകിച്ച് നമ്മൾ നോമ്പ് ഇറക്കുന്നതിന് മുന്നേ എല്ലാ ഫുഡ്സിനോടും നമുക്ക് ഭയങ്കര ആക്രാന്താകും. എന്നാൽ നോമ്പ് ഇറന്നു കഴിഞ്ഞാൽ ഒരൊറ്റൊന്നു പോലും വയറ്റിൻ്റെ ഉള്ളിലോട്ട് കയറൂല. നോമ്പ് ഇറക്കുന്നതിന് മുന്നേ തന്നെ ഓരോ പ്ലാൻ ഇട്ടേക്കും. ആദ്യം ഇതും കഴിക്കണം, പിന്നെ അത് കഴിക്കണം എന്നൊക്കെ. പക്ഷെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ തന്നെ വയറണ്ട് ഫുള്ളാകും. അങ്ങനെ കാത്തിരുന്ന് ബാങ്ക് കൊടുത്തു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും നോമ്പിറക്കാൻ തുടങ്ങി. നോമ്പിറക്കലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി വട്ടത്തിലിരുന്ന് വർത്താനം പറഞ്ഞു. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്നേ. അങ്ങനെ കുറേ നേരം വർത്താനം പറഞ്ഞിരിക്കുമ്പോഴത്തേനും ഫുഡ് കഴിക്കാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് കഴിക്കാൻ വിളിക്കുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ പോയിരുന്നു കഴിക്കാനായിട്ട്. അപ്പോൾ വീഡിയോ എടുക്കണ കണ്ടപ്പോൾ ഉമ്മ ക്യൂട്ട്നെസ് ഓവർലോഡ് ആക്കി ഇടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കൽ കഴിഞ്ഞപ്പോൾ സാറുമാർ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു. അങ്ങനെ ഞങ്ങളാണ് സാറുമാർക്ക് ഓരോ സാധനങ്ങൾ കൊണ്ടുപോയി കൊടുത്തത്. കാരണം ഞങ്ങളെ അവർ നല്ല രീതിക്ക് ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ചും ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ മോശമല്ലേ. അത് കാരണം ആർക്കൊരു കുറവില്ലാത്ത രീതിക്ക് സപ്ലൈ ചെയ്തു. ഞങ്ങൾ ഒരാളെ പോലും എടുത്ത് പറയാൻ പറ്റില്ല. കാരണം എല്ലാവരും ഞങ്ങൾക്ക് ഒരേപോലെ ആയിരുന്നു. മാത്രമല്ല, ഞാൻ 10ാം ക്ലാസ് ആണെന്ന് അറിഞ്ഞപ്പോൾ എല്ലാവരും ക്ലാസ് എടുക്കൽ കൂടി. എനിക്ക് പഠിക്കേണ്ട രീതിയും അതേപോലെ തന്നെ കുറേ ടിപ്സും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എന്നെ സ്വന്തം സിസ്റ്റർ പോലെ അതേപോലെ തന്നെ മോള് പോലെ കാണുന്ന കാരണം എനിക്ക് അങ്ങനെയൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത്. ഒരാളെ ക്ലാസ് കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ അടുത്ത ആൾ വരും, വീണ്ടും ക്ലാസ് എടുത്തരും. അങ്ങനെ ആയിരുന്നു. അതിൻ്റെ ഇടയിൽ കുറേ ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചു. SSLCയുടെ ഫുൾ ഫോം എന്താണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ കുറേ ചോദിച്ചു. പിന്നെ എനിക്കതൊന്നും അറിയാത്ത കാരണം ഞാനൊന്നും പറഞ്ഞില്ല, ഉണ്ടാണ്ടിരുന്നു. അങ്ങനെ കുറേ ഫുൾ ഫോമും പഠിപ്പിച്ചിട്ട് എന്നെ വിട്ടു അവർ. പിന്നെ ഫുഡിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞത് അവരെ സലാഡാണ്. പൂ പോലൊക്കെയാണ് സലാഡ് വെട്ടിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും നല്ല കഴിവുള്ള ആളാണ് ആ പൂ പോലെ വെട്ടിയിട്ടുള്ളത്. ഉമ്മ മാത്രമല്ല, വീടെടുക്കണ കണ്ടപ്പോൾ എല്ലാവരും ക്യൂട്ട്നെസ് ഇട്ട് തരായിരുന്നു. അങ്ങനെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കലാശക്കൊട്ട് അങ്ങോട്ട് തുടങ്ങി. അങ്ങനെ കാക്കിക്കുള്ളിലെ കലാകാരന്മാരെ ഞങ്ങൾ കണ്ടുപിടിച്ചു. പൊന്നാനി ഫയർ സ്റ്റേഷനിലത്തെ സാറുമാർക്ക് ആൾക്കാരെ രക്ഷിക്കാൻ മാത്രമല്ല അറിയാം, നൃത്തച്ചുവട് കൊണ്ട് ആൾക്കാരെ അമ്പരിപ്പിക്കാനും അവർക്കറിയാം. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ പരിപാടി കഴിഞ്ഞപ്പോൾ നേരെ പോയത് ഉമ്മയുടെ വീട്ടിലോട്ടാണ്. അങ്ങനെ ഉമ്മയുടെ വീട്ടിലോട്ട് കയറി അവിടെ എല്ലാവരെയും കണ്ടു. പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാവരും മുന്നിൽ ഉമ്മ ഭയങ്കര സ്റ്റാൻഡേർഡ് ആണെങ്കിലും വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ കുട്ടികളെക്കാളും അപ്പുറമാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ചു നേരം ഇരുന്നു, പിന്നെ വീട്ടിലോട്ട് തിരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.